പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് കിട്ടേണ്ട റിട്ടേൺ ഇൻഫ്ലേഷൻ പ്ലസ് 5%, അത് 12 to 15% കിട്ടിയ ഹാപ്പി ആയിരിക്കണം. അപ്പുറത്ത് 100% റിട്ടേൺ കൊടുക്കുന്ന പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് സിൽവർ 100% റിട്ടേൺ കൊടുത്തു, 200% കൊടുത്തു. ആദ്യം ഇട്ടവർക്ക് കിട്ടി, ഇപ്പോൾ ഒരു 3 months ബിഫോർ ഇട്ടവർക്കോ 40% മൈനസ്. നമ്മളിതിൻ്റെ പുറകെ പോകാതെ നമ്മൾ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പ്ലാൻ വേണം. നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഡിസിപ്ലിനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുക. ഒരു ടെൻഷനില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ 20% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. വൺസ് വി റീച്ച് ഫൈനാൻഷ്യലി സേഫ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അസറ്റ് അലോക്കേഷൻ 20% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയി കഴിയുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഹൗസ് വാങ്ങിക്കുന്നതിന് എപ്പോഴും വാങ്ങിക്കുക, അത് നമ്മുടെ ഡ്രീമാണ്, അത് വിട്ടുകളയുക. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മുടെ ആഗ്രഹമാണ്, അത് വാങ്ങിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ ഇവിടെ താമസിക്കണം, റെന്റഡ് ഹൗസിൽ താമസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊക്കെ മണ്ടത്തരോ. കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ.